അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരോളോ വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരോളോ വൻകീരിയിൽ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴോ യഹോവയേ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴോ യഹോവയേ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമോട്ടോ. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരോളോ വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരോളോ വൻകീരിയിൽ. വാനസേന ഗാനം പാടി വാണിടുന്ന സ്വഗസിയോ. വാനസേന ഗാനം പാടി വാണിടുന്ന സ്വഗസിയോ. ധ്യാനിച്ചിടോ നേരാമെൻ്റെ മാനസമ്മോദിച്ചിടുന്നു. ധ്യാനിച്ചിടോ നേരാമെൻ്റെ മാനസമ്മോദിച്ചിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കാൺകൾ തുണയാരോളോ വൻകീരിയിൽ. 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 കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കുശി അവർക്കായി സ്തോത്രം. സദസ്സിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, വിശേഷിച്ച് ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിബിൻ ജോയി കോട്ടൂരിനായി സ്തോത്രം ചെയ്യുന്നു.
അങ്ങനെ ഈ ആരാധനയും സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനീയരായ പ്രിയപ്പെട്ടവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും വേഗമെന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ പകൽ അറിയിക്കുകയും ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നാളെയാണെങ്കിലും ദൈവസഭ 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയായിക്കൂടെ ഇത് ക്രമീകരിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് കർത്താവ് കൃപ ചെയ്തല്ലോ. ഇന്ന് പകൽ ഇന്നലെ തൊട്ടേ ഉപവസിക്കുന്ന എല്ലാവർക്കുമായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഈ പകൽ വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നോട് ഇടപെടണമേ. ഈ പ്രാർത്ഥന എല്ലാ മാസവും നടക്കുന്ന ഒരു പ്രാർത്ഥന പോലല്ല. ഈ പകൽ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടണം. ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി ഭവനങ്ങളിൽ എത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ തലമുറകളായിരിക്കുന്ന മേഖലകളിൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന ദൈവശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ഞങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയാക്കി ഈ പ്രാർത്ഥനയെ മാറ്റണമേ എന്ന് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ, പ്രത്യേകിച്ച് ഞാൻ മരുതൂറൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ മുതൽ വളരെ അടുത്ത് പരിചയപ്പെടുകയും ഇളയ സഹോദരനെ പോലെ ഞാൻ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കത്തദാസൻ പാസ്റ്റർ ജിബിൻ ജോയി കോട്ടൂരിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ മരുതൂറിലാണ് പാർക്കുന്നത്. കുരിശടി നാലാഞ്ചിറയിലുള്ള കുരിശടി ജംഗ്ഷനിലെ സയോൺ സിറ്റി ചർച്ചിൻ്റെ പാസ്റ്ററാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ അവിടെ നടന്നു വരുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമുള്ള വന്ദനത്തെയും സ്വാഗതത്തെയും ഈ പകൽ അറിയിക്കുന്നു. ഈ തലമുറയിൽ കർത്താവ് വളരെ ശക്തിയോടെ തൻ്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ച സമയം മുതൽ ഇന്നുവരെ അനേക കൺവെൻഷൻ വേദികളിൽ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ഒരു നിറസാന്നിധ്യമായി കർത്താവിൻ്റെ ദാസനെ ഈ തലമുറയിൽ കർത്താവ് ഉപയോഗിക്കുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ഈ പകൽ നാം ദൈവസന്നിധിയിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഹൃദയമായി ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അളവറ്റ കരം ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിബിൻ ജോയി കോട്ടൂരിനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകൃപയും ദൈവസാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ദൈവസഭയായി പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനയുടെ ഈ ദിനത്തിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കർത്താവിൻ്റെ വചനവും സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ ശ്രേഷ്ഠകരമായ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. പ്രത്യേകാൽ പെൻ്റക്കോസ്റ്റൽ മറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ ഈ പാളയം ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാനീയനും ആദരണീയനും ഞാൻ ഹൃദയം കൊണ്ട് ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രിയ അഭിഷക്തൻ പാസ്റ്റർ TM കോശി അവர்களോടുള്ള സ്നേഹവന്ദനത്തെ നന്ദിയെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ അഭിഷക്തനുമായിട്ട് വീണ്ടും ഒരുമിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ കർത്താവ് തന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ അഭിഷക്തനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് ഈ സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ വളരെ ആഴമായി സ്നേഹിക്കുന്ന ആദരിക്കുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠന് തുല്യം ഞാൻ കാണുന്ന ഈ തലമുറയിൽ ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പ്രവാചക ശബ്ദത്തോടെ കർത്താവ് കരങ്ങളെടുത്ത് വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ അഭിഷക്തൻ പാസ്റ്റർ ജോബിൻ ജോസഫ് അവர்களോടുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ അഭിഷക്തൻ്റെ മകൻ TM കോശി പാസ്റ്റർ മകനെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രിയ അഭിഷക്തൻ്റെ കുടുംബം, ഈ ദൈവസഭയിലുള്ള എല്ലാ മാന്യരായിട്ടുള്ള ദൈവജനങ്ങൾ, പ്രത്യേകിച്ച് ഒത്തിരി എൽഡേഴ്സിനെ കാണാൻ കഴിയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. മാതാക്കന്മാരോടുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ആമേൻ വളരെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ മാന്യരായിട്ടുള്ള ധനച്ചനും എൻ്റെ വീട് വരുന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ അവരുകൾ എന്നെക്കുറിച്ച് പറഞ്ഞ
എല്ലാ നല്ല വാക്കിനും ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. സ്തോത്രം. പ്രിയാഭിഷേകത്തിൽ പറയുന്നത് പോലെ ഇപ്പോൾ ഞാൻ മരുദൂരാണ് താമസിക്കുന്നത്. മരുദൂര് ജംഗ്ഷനിൽ താമസിക്കുന്നു. നാലാഞ്ചിറയിൽ അമേൻ സയോൺ സിറ്റി റിവൈവൽ വർഷിപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ശുശ്രൂഷകനാണ്, കുടുംബസ്ഥനാണ്. 2 തലമുറകളുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കുന്നുണ്ട്. എൻ്റെ പിതാവും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നീണ്ട 40 വർഷമായിട്ട് എൻ്റെ പിതാവും കർത്താവിൻ്റെ വേലയിൽ അമേൻ പ്രവർത്തിച്ചു വരുന്നു. അതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ സഭയെ. കർത്താവ് ഈ ദേശത്ത് ഒരു ഉണർവിന് വേണ്ടിയിട്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അമേ, സന്തോഷമാണോ? അന്ന് കരമൊക്കെ ഒന്ന് ശബ്ദമായിട്ടൊന്ന് ഉയർത്തി കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്താണ്. അമേൻ. വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. ഒട്ടും മഹോര കൂടാതെ തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാൻ നൽകിയ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ പകലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് 2 തിരുവചന ഭാഗങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ നിന്നാണ്, ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ആമേൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യവും, അപ്പോൾ തന്നെ 2 തീമോഥെയോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യവും ഒരാളൊന്ന് ശബ്ദം ഉയർത്തി വായിച്ചാൽ ഒത്തിരി സന്തോഷമായിരിക്കും. 1 തീമോഥെയോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യവും 2 തീമോഥെയോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യവും വായിച്ചാട്ടെ. ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. 2 തീമോഥെയോസ് 2-ന്റെ 1-ാമത്തെ വാക്യം കൂടെ വായിച്ചു. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇതിനകത്ത് ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി തൊട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആത്മനിയോഗത്തിന് ആമേൻ ഏൽപ്പിക്കുകയാണ്. കർത്താവിന് നമ്മോട് എങ്ങനെയും സംസാരിക്കാൻ കഴിയും. വചനത്തിലൂടെ സംസാരിക്കാം. ആമേൻ. വ്യക്തിപരമായിട്ട് തൊട്ട് പ്രവചനാത്മാവിൽ സംസാരിക്കാം. ആമേൻ. ഇവിടെ മുഴങ്ങുന്ന ഓരോ ദൈവശബ്ദവും നമ്മോടുള്ള ദൂതാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ആമേൻ. നമ്മൾ വായിക്കപ്പെട്ട തിരുവെഴുത്ത് ഈ 2 വാക്യങ്ങളിൽ നിന്നാണ് ചില കാര്യങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ നിജപുത്രനായ തീമോഥെയോസിനോട് പറയുകയാണ്, നീ എഫെസോസിൽ താമസിക്കണം. നീ എവിടെ താമസിക്കണം? എഫെസോസിൽ താമസിക്കണം. എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആ വാക്യത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യനായ തീമോഥെയോസിനോട് പറയുന്നു, നീ എഫെസോസിൽ താമസിക്കണം. എഫെസോസിൽ താമസിക്കണം. ഞാൻ ചില ചോദ്യമൊക്കെ ചോദിക്കുക, നിങ്ങൾക്ക് അതിനകത്തൂടെ എന്നോട് ഉത്തരം പറയാൻ കഴിയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ആ 4-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ആ 4-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് എത്ര വട്ടം പറഞ്ഞു എഫെസോസിൽ താമസിക്കണമെന്ന്? നീ എത്ര വട്ടമാണ് പറഞ്ഞേ? ആ 4-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യമാണോ? ആ വാക്യം നോക്കിയ, നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. 2 പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുകയാണ്, നീ എഫെസോസിൽ എന്ത് ചെയ്യണം? താമസിക്കണം. പൗലോസ് തീമോഥെയോസിനോട് എഫെസോസിൽ താമസിക്കണമെന്ന് പറയുമ്പോൾ തീമോഥെയോസ് എഫെസോസിന് പുറത്തല്ല, എഫെസോസിന് പുറത്തുള്ളൊരു സ്ഥലത്തല്ല താമസിക്കുന്നത്. ഓൾറെഡി പുള്ളി എഫെസോസിലാണ് താമസിക്കുന്നത്. അപ്പോൾ എഫെസോസിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണ് വീണ്ടും പറയുന്നത്, നീ എവിടെ താമസിക്കണം? എഫെസോസിൽ താമസിക്കണം. ഒരു പ്രാവശ്യം മക്കദോനിയയിലേക്ക് പോകാൻ നേരത്ത് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് പറഞ്ഞു, മോനെ നീ എവിടെ താമസിക്കണം? എഫെസോസിൽ താമസിക്കണം. 2-ാം പ്രാവശ്യം റോമിൽ ഇരുന്നു കൊണ്ട് ലേഖനം എഴുതി പറഞ്ഞു, നീ എഫെസോസിൽ എന്ത് ചെയ്യണം? താമസിക്കണം. അപ്പോൾ ഈ 2 വട്ടം തീമോഥെയോസിനോട് എഫെസോസിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് പറയുകയല്ല. ആദ്യത്തെ പ്രാവശ്യം എഫെസോസിൽ താമസിക്കണമെന്ന് പറഞ്ഞിട്ട് നീണ്ട ചില ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും പറയുന്നത്, നീ എവിടെ താമസിക്കണം? എഫെസോസിൽ താമസിക്കണം. എന്നെ ചിന്തിപ്പിച്ചത് പൗലോസ് തീമോഥെയോസിനോട് എഫെസോസിൽ താമസിക്കണമെന്ന് പറഞ്ഞ ആ ഒരു ശൈലി എന്നെ വളരെ ആഴമായി ചിന്തിപ്പിച്ചു. നിങ്ങൾ ആ വാക്യം കണ്ടോ? നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ
മക്കദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ പൗലോസ് തീമത്തിയോസിനോട് എഫെസോസിൽ താമസിക്കണമെന്ന് അപേക്ഷിച്ചാണ് പറഞ്ഞത്. 2 വട്ടവും ഇപ്പോഴും ചെയ്യുന്നു. എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ 2 വട്ടവും പൗലോസ് തീമത്തിയോസിനോട് എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുകയാണ്, നീ എഫെസോസിൽ എന്ത് ചെയ്യണം? താമസിക്കണം. എൻ്റെ ചോദ്യം, എവിടെയെങ്കിലും ഏതെങ്കിലും ഗുരുക്കന്മാർ തൻ്റെ ശിഷ്യന്മാരോട് അപേക്ഷിക്കാറുണ്ടോ? ഗുരുക്കന്മാർ ഒരിക്കലും ശിഷ്യന്മാരോട് അപേക്ഷിക്കാറില്ല, പിന്നെ ആജ്ഞാപിക്കാറേയുള്ളൂ, കൽപ്പിക്കാറേയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ആജ്ഞാപിക്കുകയല്ല, പിന്നെ എന്ത് ചെയ്യുകയാണ്? അപേക്ഷിക്കുകയാണ്, നീ എഫെസോസിൽ താമസിക്കണം. അതെന്താ? പൗലോസെ തീമത്തിയോസിനോട് എഫെസോസിൽ താമസിക്കണമെന്ന് അപേക്ഷിക്കാനുള്ള കാര്യം എന്താ? ആജ്ഞാപിക്കാനുള്ള ഒരു പവർ ഇല്ലാത്തത് കൊണ്ടാണോ? പ്രായം വെച്ച് നോക്കുകയാണെങ്കിലും പക്വത വെച്ച് നോക്കുകയാണെങ്കിലും പൗലോസ് നിൽക്കുന്ന ശുശ്രൂഷയുടെ ആത്മീക അധികാരം വെച്ച് നോക്കുകയാണെങ്കിലും ദൈവം തന്നെ വിളിച്ച വിളി വെച്ച് നോക്കുകയാണെങ്കിലും തീമത്യോസിനേക്കാൾ ഒത്തിരി ഹയർ ലെവലിലാണ് ആര് നിൽക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ നിൽക്കുന്നത്. തീമത്യോസ് എന്ന് പറയുന്നത് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. പൗലോസിനെ സംബന്ധിച്ച് ശുശ്രൂഷയിൽ വളരെ ജൂനിയർ, തൻ്റെ മകനാകാനുള്ള ഒരു പ്രായം മാത്രമേ ഉള്ളൂ. ശുശ്രൂഷയിൽ ന്യൂ കമർ. പൗലോസ് കൈകാര്യം ചെയ്യുന്ന അത്രയൊന്നും ആത്മീക അധികാരം ആര് കൈകാര്യം ചെയ്യുന്നില്ല? തീമത്യോസ് കൈകാര്യം ചെയ്യുന്നില്ല. അത്ര ഒരു അപ്പോസ്തോലിക വിളിയിലേക്ക് അവൻ കയറിയിട്ടില്ല. കേവലം ഒരു ശിഷ്യനായിട്ട് ശുശ്രൂഷയുടെ ആദ്യ പാഠങ്ങളിൽ പിച്ച വെച്ച് വരുന്ന ഒരു കുഞ്ഞു ശിഷ്യനോട് ഇത്രയും സീനിയർ ശുശ്രൂഷകനായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും പ്രായത്തിലും പക്വതയിലും ആത്മീക അധികാരത്തിലും അഭിഷേകത്തിൻ്റെ തലത്തിലും ഇത്ര ഉന്നത തലത്തിൽ നിൽക്കുന്ന ഈ ദൈവ മനുഷ്യൻ തൻ്റെ ഒരു ശിഷ്യനോട് അപേക്ഷിക്കുകയാണ്, നീ എഫെസോസിൽ താമസിക്കണം. എന്തുകൊണ്ട് അപേക്ഷിച്ചു എന്നൊക്കെ ഞാൻ പിന്നത്തേതിൽ ഞാനത് പറയാം. സ്തോത്രം. അതൊരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയാണ്. ലീഡർഷിപ്പ് എന്ന് പറയും, അത് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു വിടാം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ആജ്ഞാപിക്കുക മാത്രമല്ല, ചില ഏരിയകളിൽ എന്ത് ചെയ്യണം? അപേക്ഷിക്കുകയും കൂടെ വേണം. ഞാൻ ആ ഭാഗം അങ്ങ് പറഞ്ഞങ്ങ് വിടുകയാണ്. എൻ്റെ ആ ദൂതിലേക്ക് എനിക്ക് പ്രവേശിക്കണമല്ലോ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തീമത്യോസിനോട് അപേക്ഷിച്ച് പറയുകയാണ്, നീ എഫെസോസിൽ എന്ത് ചെയ്യണം? താമസിക്കണം. 2 വട്ടം പറയുന്നു, നീ എഫെസോസിൽ താമസിക്കണം. എൻ്റെ ചോദ്യം, ഓൾറെഡി എഫെസോസിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന തീമത്യോസിനോട് പൗലോസ് അപ്പോസ്തലൻ 2 വട്ടം അപേക്ഷിച്ച്, മോനെ നീ ഇന്ന സ്ഥലത്ത് തന്നെ താമസിക്കണമെന്ന് പറയണമെങ്കിൽ എൻ്റെ ചോദ്യം, അതിൻ്റെ അർത്ഥം എന്താണ്? എന്തുവാ അതിൻ്റെ അർത്ഥം? ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, തീമത്യോസ് ഓൾറെഡി എഫെസോസിൽ എന്ത് ചെയ്യുന്നു? താമസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണ് 2 വട്ടം എന്ത് ചെയ്യുന്നത്? അപേക്ഷിച്ച് പറയുന്നു, നീ എഫെസോസിൽ താമസിക്കണം. അങ്ങനെ ഒരു കാര്യം തീമത്യോസിനോട് പൗലോസ് പറയണമെങ്കിൽ എൻ്റെ ചോദ്യം, തീമത്യോസിൻ്റെ മാനസിക സ്ഥിതി എന്തുവായിരിക്കും? ഒരു മാനസിക നിലവാരം എന്തുവായിരിക്കും? പറയാമോ? മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. എന്തെങ്കിലും പറയുവാണൊക്കെ ഒന്ന് ഉറച്ച് പറയണേ. എന്തുവാ മോനെ? എന്തുവായിരിക്കും? നിങ്ങളത് നോർമലായിട്ട് ചിന്തിച്ചേ. 2 വട്ടം ഒരു സ്ഥലത്ത് ഒരാൾ എന്ത് ചെയ്യാണ്? താമസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ ലീഡർ പറയുകയാണ്, നീ ആ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം? താമസിക്കണം. അതെങ്ങനെ പറയുന്നു? അപേക്ഷിച്ച് പറയുന്നു. അങ്ങനെ പറയണമെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തുവായിരിക്കും? തീമത്യോസിൻ്റെ അവസ്ഥ എന്തുവായിരിക്കും? അങ്ങനെ പറഞ്ഞേ, പുള്ളിക്ക് താമസിക്കാൻ അവിടെ എന്തില്ല? താല്പര്യമില്ല. എങ്ങനെയെങ്കിലും എഫെസോസ് വിട്ട് എന്ത് ചെയ്താൽ മതി? പോയാൽ മതി. ഒട്ടും താല്പര്യമില്ല. മാനസികമായിട്ട് എഫെസോസിൻ്റെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ തീമത്യോസിന് ഒരു താല്പര്യവും. എങ്ങനെങ്കിലും അവിടം വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ദൈവമനുഷ്യൻ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അവിടെ വിട്ടങ്ങ് പോകണം. സ്തോത്രം. ഞാൻ എന്താണ് പോകാൻ ആഗ്രഹിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാം. എന്തായാലും തീമത്യോസിന് എഫെസോസിൽ തുടരാൻ, അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊരു താല്പര്യവും ഇല്ല. 1-ാം വട്ടം
ചില കാരണങ്ങളാൽ അങ്ങനെ താല്പര്യമില്ലാതിരിക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തുടരാൻ താല്പര്യപ്പെടാതിരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട്. ആ കാരണം ഞാൻ പറയാം. ആ കാരണങ്ങളാൽ എഫെസോസ് വിട്ടുപോകാൻ തീമോഥെയോസ് നിൽക്കുമ്പോൾ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു, നീ പോകരുത്, നീ ഇവിടെ എന്ത് ചെയ്യണം? താമസിക്കണമെന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് തനിക്കിഷ്ടമില്ലാത്ത സ്ഥലത്ത് താൻ വീണ്ടും തുടരുകയാണ്. നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും. ഞാൻ ചോദിക്കട്ടെ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് താല്പര്യമുള്ള നമ്മുടെ കംഫോർട്ട് സോൺ മാത്രം നോക്കി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും പറ്റത്തില്ല. ചില മേഖലയ്ക്കകത്ത് നമുക്കിഷ്ടമില്ലെങ്കിലും വഴങ്ങേണ്ടി വരും. ചില ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തീമോഥെയോസ് എഫെസോസിൽ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കിഷ്ടമുള്ളത് കൊണ്ടല്ല, തൻ്റെ ലൈഫിൽ താൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തി നിൽക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്തുവാ? ഇപ്പോൾ പറയാം, പക്ഷേ ഞാൻ വേറെ ആരും പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല, പക്ഷേ TM കോസ്റ്റി പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് എനിക്ക് മറുതലിക്കാൻ പാസ്റ്റർ മുഖം നോക്കി പാസ്റ്റ് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? ചില വ്യക്തികളോട് പറയാറുണ്ട്, നമ്മളോട് ചില വ്യക്തികൾ കാര്യം ആവശ്യപ്പെടും പറയാറുണ്ട്, വേറെ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ലായിരുന്നു, പക്ഷേ അജാൻ എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തീമോഥെയോസ് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിൻ്റെ മുഖം നോക്കിയാണ് എന്ത് ചെയ്യുന്നത്? ചില കാര്യങ്ങളിൽ നമ്മൾ വഴങ്ങിയതും ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തതും ചില മേഖലകളിൽ നിൽക്കുന്നതും വ്യക്തിപരമായി താല്പര്യമുള്ളത് കൊണ്ടല്ല, പക്ഷേ നമ്മുടെ ലൈഫിൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തി, പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി നമ്മോടത് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നിൽക്കുന്നത്. ആമേൻ. അപ്പോൾ പൗലോസ് പറഞ്ഞതുകൊണ്ട് തീമോഥെയോസ് ഇപ്പോൾ അവിടെ നിൽക്കുന്നു, എഫെസോസിൽ നിൽക്കുന്നു. താൻ അവിടെ തുടരുന്നുവെങ്കിലും താൻ അവിടം വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ച സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അവിടം വിട്ട് മാറണം, അല്ലെങ്കിൽ അവിടം വിട്ടൊന്ന് മാറിയേക്കാം എന്ന് ആഗ്രഹിച്ച സാഹചര്യങ്ങൾക്ക് എന്തില്ല, ഇപ്പോഴും മാറ്റമില്ല. അപ്പോൾ അതിനെയൊക്കെ കടിച്ചു പിടിച്ച് സഹിച്ചു വീണ്ടും നിൽക്കുകയാണ്. വീണ്ടും ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ രണ്ടാം പ്രാവശ്യവും പുള്ളി പെട്ടിയൊക്കെ പാക്ക് ചെയ്തു എഫെസോസ് വിട്ടിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, മോനെ നീ എന്ത് ചെയ്യരുത്? പോകരുത്, നീ ഇവിടെ എന്ത് ചെയ്യണം? താമസിക്കണം. അപ്പോൾ രണ്ടാം പ്രാവശ്യം പോകാൻ നിന്നപ്പോൾ പൗലോസ് പറയുന്നു, നീ പോകരുത്, ഇവിടെ താമസിക്കണമെന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ തീമോഥെയോസിന് വീണ്ടും വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. തനിക്കിഷ്ടമില്ലാത്ത സ്ഥലത്ത് താൻ വീണ്ടും എന്ത് ചെയ്യുകയാണ്? തുടരുകയാണ്, വീണ്ടും തുടരുകയാണ്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ സഭയോട് പറയാം, ചില മേഖലയ്ക്കകത്ത് നമുക്ക് നിൽക്കാൻ താല്പര്യമില്ലെങ്കിലും നിന്നേ പറ്റൂ. ചില അന്തരീക്ഷങ്ങൾക്കകത്ത് തുടരാൻ താല്പര്യമില്ലെങ്കിലും തുടർന്നേ പറ്റൂ. നമുക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോൾ വരാനും കഴിയുന്ന ഒന്നല്ല ദൈവിക നിയോഗമെന്ന് പറയുന്നത്. ദൈവിക നിയോഗം നമ്മുടെ കംഫോർട്ട് സോൺ അല്ലെങ്കിലും അവിടെ നിന്നേ പറ്റൂ. പ്രതിസന്ധികളുടെ നടുവിൽ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും ഓടാനേ പറ്റത്തുള്ളൂ. ചില പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ സഭയോട് പറയാം, അതിൻ്റെ നടുവിൽ ജയമുണ്ടെന്ന് ഈ പകൽ ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർ ആ ദൂത് ഏറ്റെടുത്ത് ആരാധിക്കും? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ഏരിയകളിൽ മനസ്സുമെടുത്ത് കപ്പാ എന്നെ എങ്ങനെയെങ്കിലും ഈ ഏരിയയിൽ നിന്നൊന്ന് മൂവ് ചെയ്താൽ മതിയെന്ന് ഭാരത്തോടെ ഇരിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, ഇല്ല, നിനക്ക് പോകാൻ സമയമായിട്ടില്ല. ചില ഏരിയക്കകത്ത് നിന്നേ പറ്റത്തുള്ളൂ. അത് നീ പാർക്കുന്ന സ്ഥലമായിരിക്കാം, നീ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം, നീ നിൽക്കുന്ന കുടുംബമായിരിക്കാം, നീ നിൽക്കുന്ന അന്തരീക്ഷമായിരിക്കാം. അങ്ങനെയൊന്നും വിട്ടേച്ചു പോകാൻ പറ്റുന്നതല്ല. നിയോഗമുണ്ടെങ്കിൽ പ്രതികൂലമാണേലും നിന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നീ എഫെസോസിൽ എന്ത് ചെയ്യണം?
താമസിക്കണം, എഫെസോസിൽ താമസിക്കണം. എൻ്റെ ചോദ്യം, അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കണം, അത് ബൈബിളിലല്ല, നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. കോമൺ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? താമസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മളൊരു സ്ഥലത്ത് താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടം വിട്ടു പോയേക്കാം എന്ന് തീരുമാനിക്കുന്നപ്പോഴാണ്. എൻ്റെ ചോദ്യം മനസ്സിലായോ? നമ്മളൊരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ വിസിറ്റിന് പോയിട്ടൊരു ഷോർട്ട് പീരീഡിന് വേണ്ടി താമസിക്കുന്നതല്ല, മറിച്ച് നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് എന്ത് ചെയ്യുകയാണ്? താമസിക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥിരമായി താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടം വിട്ടു പോയേക്കാം എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നപ്പോഴാണ്. പ്രതികൂലം വരുമ്പോഴാണെന്നുള്ള ഒരു ചെറിയ ഉത്തരം പറഞ്ഞ് നിങ്ങൾ ആരും തന്നെ. കാരണം പ്രതികൂലമില്ലാത്ത സ്ഥലമില്ല. ഈ ലോകത്തിൽ ഏത് മനുഷ്യവാസമുള്ള ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും പ്രതികൂലമില്ലാത്ത സ്ഥലം ഏതുണ്ട്? പ്രതികൂലമില്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ കണ്ണുനീരും വേദനയും ദുഃഖവും നെടുവീർപ്പും വിലാപവും ദുഃഖവും പല്ലുകടിയും ഇതൊന്നും, ഈ പിറുപിറുപ്പും ഞരക്കും വിശപ്പൊന്നും ഇല്ലാത്ത ഒരു ലോകമുണ്ടെങ്കിൽ അത് ദൈവരാജ്യമാണ്. അത് ദൈവരാജ്യമാണ്. ഈ ലോകത്ത് പ്രതികൂലമില്ലാത്ത സ്ഥലം ഏതുണ്ട്? യൂറോപ്പിൽ പ്രതികൂലം ഉണ്ടോ ഇല്ലയോ? ആഫ്രിക്കയിൽ, ഏഷ്യയിൽ, മിഡിൽ ഈസ്റ്റ്, എല്ലായിടത്തും. ഈ ഭൂമിയിൽ ഏത് ഭൂഖണ്ഡത്തിൽ പോയി ഇനി എത്ര സമ്പന്നമായിട്ടുള്ള രാജ്യത്ത് പോയി താമസിച്ചാലും എന്തുണ്ട്? പ്രതികൂലമുണ്ട്. അപ്പം നമ്മൾ എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിലും താമസിക്കുന്ന ഏരിയ വിട്ട് പോയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? എത്തത്തില്ല. എൻ്റെ ഒരു ചെറിയൊരു ചിന്തയാണ്. നിങ്ങൾക്കതിന് എന്നോട് എഗ്രി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും അത് എൻ്റെ 2-3 ചിന്തകൾ ഞാനൊന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? താമസിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കവിടെ ഫിനാൻഷ്യലായിട്ട് ഗ്രോത്ത് ഉണ്ട്, സാമ്പത്തികമായിട്ട് എന്തുണ്ട്? ഒരു ഉയർച്ചയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലത്ത് പോകാനും വരാനൊക്കെ എളുപ്പമുള്ളൊരു സ്ഥലം. അവിടെ താമസിക്കുമ്പോൾ നമുക്ക് വേറെ സാമ്പത്തികമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത്, സാമ്പത്തിക കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സ്ഥലം വിട്ട് പോകാൻ ആഗ്രഹിക്കുമോ? ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ആഗ്രഹിക്കത്തില്ല. ഒരു സ്ഥലത്ത് നാം താമസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും ബേസിക്കായിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രെങ്താണ്. ആണോ? എഗ്രി ആണോ അല്ലയോ? ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, സാമ്പത്തികം അതിപ്രധാനമാണ്. ഈ ലോകത്തിൽ ജീവിക്കാൻ സാമ്പത്തികം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ശരിയാണോ? എന്നോട് എഗ്രി ആണോ? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് ചലിക്കണമെങ്കിൽ പൈസ വേണം. പൈസ ഇല്ലാതെ ചലിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ലോകത്തിൻ്റെ സിസ്റ്റം അതാണ്. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ സാമ്പത്തികം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം അതല്ല. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉള്ളൊരു സ്ഥലത്തിൽ നിന്ന് മാറാൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ആഗ്രഹിക്കത്തില്ല. 2, നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ, ഇപ്പോൾ സിറ്റിയിലൊക്കെ അത് എത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്നതൊക്കെ ഒത്തിരി കാലങ്ങൾ മാറിക്കഴിഞ്ഞു. നമ്മൾ താമസിക്കുന്ന അന്തരീക്ഷ ചുറ്റുപാട് നല്ല ഒരു ചുറ്റുപാടാണ്. അയൽവക്കക്കാരൊക്കെ നല്ലതാണ്. കൊടുക്കാനാകട്ടെ, വാങ്ങിക്കാനാകട്ടെ, ഒരു കാര്യം വന്നാൽ സഹകരിക്കാനാകട്ടെ, നല്ല ചുറ്റുപാടുള്ള നല്ല അയൽക്കാരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം വിട്ട് മാറാൻ ആഗ്രഹിക്കുമോ? ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കത്തില്ല. അവിടെ തുടരുന്നതിൽ നമുക്കെന്തേ ഉള്ളൂ? സന്തോഷമേ ഉള്ളൂ. 3, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥ. പെർമനൻ്റായിട്ടൊരു സ്ഥലത്ത് താമസിക്കണമെങ്കിൽ ക്ലൈമറ്റ് അതിപ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് വേറെ രോഗങ്ങളോ പ്രശ്നങ്ങളോ അലർജികളോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലൊരു അന്തരീക്ഷമുള്ള നല്ല ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയോ? എല്ലാവർക്കും എല്ലാ ക്ലൈമറ്റിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല. ക്ലൈമറ്റ് മുഖാന്തരം സ്ഥലം മാറി ഒത്തിരി പേരുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് 3600 കിലോമീറ്റർ മാറി പഞ്ചാബിൽ പോയിയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന മരുദൂരം, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വൈഫ് ഹൗസ് വരെ പഞ്ചാബ് ചണ്ഡീഗഡ് നങ്കൽ ഡാം വരെ പോകാൻ ഏകദേശം 3600 സംതിങ് കിലോമീറ്റർ ഉണ്ട്.
ട്രെയിനിൽ പോവുകയാണെങ്കിൽ 3 ദിവസം വേണം. ഫ്ലൈറ്റിലാണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, കണക്ഷൻ ഫ്ലൈറ്റേ ഉള്ളൂ. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്താണ് വരുന്നത്. പക്ഷെ വന്ന് 3-ൻ്റെ അന്ന് പറയും എനിക്കിപ്പോൾ തിരിച്ചെന്ത് ചെയ്യണം, പോകണം. അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇവിടുത്തെ വെള്ളം ബുദ്ധിമുട്ടാണ്, വെള്ളം ഉപയോഗിക്കുമ്പോൾ കൈക്ക് പൊട്ടലാവും, പിന്നെ ശാരീരികമായിട്ട് പെട്ടെന്ന് രോഗം എന്ത് ചെയ്യും വരും. ഇതിനർത്ഥം ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ വെള്ളവും മോശമായതുകൊണ്ടല്ല, അവരുടെ ശരീരത്തിന് ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ട് യോജിച്ച് പോകാൻ എന്ത് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പെർമനൻ്റായിട്ട് താമസിക്കണമെങ്കിൽ കാലാവസ്ഥ അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 3 കാര്യം: 1 ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, 2 ചുറ്റുപാട്, 3 ക്ലൈമറ്റ്. ഈ 3 വിഷയത്തിനകത്ത് ഏതെങ്കിലും ഒന്നിനകത്ത് വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തി കുറവ് കാണിക്കും. ഞാൻ പറയാം, ചുറ്റുപാട് ഓക്കെയാണ്, ക്ലൈമറ്റ് ഓക്കെയാണ്, പക്ഷെ ഫിനാൻസ് ഇല്ല, താമസിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. 2 ഫിനാൻസും ഉണ്ട്, ക്ലൈമറ്റും ഓക്കെയാണ്, പക്ഷേ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ട് എന്നും അടിയും വഴക്കും പ്രശ്നവും ഒരു സമാധാനമില്ല. പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. 2 ചുറ്റുപാട് ഓക്കെയാണ്, ഫിനാൻസും ഉണ്ട്, പക്ഷേ ക്ലൈമറ്റ് നമ്മുടെ ശരീരം പറ്റുന്നില്ല, ഒന്നും രോഗം. പറ്റുമോ താമസിക്കാൻ? ഇല്ല. നമ്മളൊരു സ്ഥലത്ത് പൂർണ്ണ സംതൃപ്തരായിട്ട് നമ്മൾ താമസിക്കുന്നത് ഈ 3 കാര്യങ്ങൾ ഒരുപോലെ നന്നായി വരുമ്പോഴാണ്. ബാക്കി എന്ത് വന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ 3 കാര്യങ്ങൾക്കകത്ത് നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഇത് ബേസിക്കാണ്. തീമത്യോസിന് എന്തുകൊണ്ട് എഫെസോസിൽ തുടരാൻ താല്പര്യമില്ല? അവിടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, തനിക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടല്ല. 2 അവിടുത്തെ ആൾക്കാരുമായിട്ട് അടിയും വഴക്കും പ്രശ്നമായതുകൊണ്ടുമല്ല. 3 അവിടുത്തെ ക്ലൈമറ്റുമായി യോജിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടുമല്ല. 4-മത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളൊരു സ്ഥലത്ത് എല്ലാവരും ആദരിക്കുന്ന, മാനിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് നമ്മൾ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാണ്, താമസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പേരിന് കളങ്കം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഫോൾട്ട്, ഒരു തെറ്റ് നമ്മുടെ ലൈഫിൽ പറ്റി. അത് ആ ദേശത്തിലുള്ള നാട്ടുകാർ അറിഞ്ഞു. ചോദിക്കട്ടെ, താമസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മളവിടെ ഇനി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ചുറ്റുപാടൊക്കെ ആണെങ്കിലും ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിലും നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? അപ്പോൾ തീമത്യോസ് എഫെസോസിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റി അവിടെയുള്ള ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴുമല്ല അദ്ദേഹം എഫെസോസ് വിട്ടു പോകാൻ എന്ത് ചെയ്തത്, ആഗ്രഹിച്ചത്. പിന്നെന്താ കാരണം? ഈ 4 കാരണമല്ല. പിന്നെന്താണ് കാരണം? നമ്മൾ വചനത്തിലൂടെ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്കറിയാം, ഇന്ന് പകൽ ദൈവാത്മാവ് ഇതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ദൂത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വളരെ വ്യക്തമായി എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്നവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്തുകൊണ്ട് താല്പര്യമില്ല? തീമത്യോസിന് എഫെസോസിൽ തുടരാൻ താല്പര്യമില്ലാത്ത ഏകദേശം 10ഓളം കാരണമുണ്ട്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10ഓളം കാരണങ്ങൾ. ഞാനൊരു 10 കാരണം പറയുന്നില്ല, ഒരു 4 എണ്ണം ഞാൻ ഇന്ന് പകൽ പറയാൻ ഞാൻ ശ്രമിക്കാം. ഒരു 4 എണ്ണം ഞാൻ പറയാൻ ശ്രമിക്കാം. എന്തുകൊണ്ട് തനിക്ക് ഈ എഫെസോസിൽ താമസിക്കാൻ താല്പര്യമില്ല? വായിച്ചാട്ടെ. 1 തീമത്യോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം. 1 തീമത്യോസ് 1-ന്റെ 3-ാമത്തെ വാക്യമാണ്. 1 തീമത്യോസ് 1-ന്റെ 3-ാമത്തെ വാക്യം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. കേട്ടോണം, എഫെസോസിനകത്ത് അന്യത ഉപദേശിക്കുന്നവരുണ്ട്. ആരുണ്ട്? കുറച്ച് പറഞ്ഞേ. അന്യത ഉപദേശിക്കുന്നവർ എവിടെയുണ്ട്? എഫെസോസിനകത്തുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, അന്യത ഉപദേശിക്കുന്നവർ എഫെസോസിൽ ഉള്ളത് താൻ അവിടം വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കത്തക്ക നിലവാരത്തിലുള്ള ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കാരണമാണോ? ഒന്ന് ചിന്തിച്ചേ.
അന്യത ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദുരുപദേശം എന്ത് ചെയ്യുക, പറയുക. ദുരുപദേശം പറയുന്നവർ എഫെസോസിനകത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ടേ പുള്ളി അവിടം വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ള വാലിഡായിട്ടുള്ളൊരു കാരണമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ? അതത്ര ഒരു വാലിഡായിട്ടുള്ളൊരു കാരണമാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്കും തോന്നിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എഫെസോസിലെ അന്യോപദേശം എന്തുവാണ്, അവിടെ അന്യോപദേശം പഠിപ്പിച്ചതാരാണ്, അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എന്നോട് ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, താൻ അവിടം വിട്ടു പോകേണ്ടതിൻ്റെ അല്ലെ പോകാൻ ആഗ്രഹിച്ചതിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു കാരണമാണ് എഫെസോസിലെ അന്യോപദേശം. അതാരാ പറഞ്ഞ്? 2 തിമോത്തിയോസ് 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. 2 തിമോത്തിയോസ് 2:17-18 വാക്യങ്ങൾ. അവരുടെ വാക്കുകൾ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. കണ്ടോ? അവരുടെ വാക്കുകൾ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം എന്ത് ചെയ്യുന്നു? മറിച്ചു കളയുന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചേ. 17-ാമത്തെ വാക്യം കണ്ടോ? അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഈ അർബുദ വ്യാധി എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്യാൻസർ. ഇതിനർത്ഥം ക്യാൻസർ രോഗികൾ എഫെസോസിൽ ഉണ്ടെന്നല്ല പറഞ്ഞത്, ക്യാൻസർ പോലെ സംസാരിക്കുന്നവരുണ്ട്. ആരുണ്ട്? ക്യാൻസർ രോഗികൾ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പുള്ളി പ്രാർത്ഥിച്ചെന്ത് ചെയ്യും? സൗഖ്യമാക്കിയാണേ. ഈ ക്യാൻസർ പോലെ സംസാരിക്കുന്നവരെ എങ്ങനെ ശരിയാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവരുടെ വാക്കുകൾ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ആ പദം എനിക്ക് ഇച്ചിരി ഒരു കടുപ്പമായിട്ട്, ഇച്ചിരി കട്ടിയുള്ള വാക്കായിട്ട് തോന്നി. അവരുടെ വാക്കുകൾ പനി പോലെയാണെന്നല്ല പറഞ്ഞേ, ഒരു തലവേദന പോലെയാണെന്നും അല്ല പറഞ്ഞേ, ഏതെങ്കിലും ഒരു ചെറിയ രോഗത്തിൻ്റെ പേര് പറഞ്ഞിട്ടല്ല പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ എഫെസോസിനകത്തുള്ള ആൾക്കാരുടെ വാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനപ്പുറത്തൊരു വാക്ക് പറയാൻ ഇല്ല. ഇതിനപ്പുറത്തൊരു വാർഡ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി അതെന്ത് ചെയ്തേനെ? എടുത്തേനെ. അതാ പറഞ്ഞേ, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ. അർബുദ വ്യാധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാൻസർ ആണല്ലേ. ഞാൻ ചോദിക്കണ പ്രിയരെ, നമ്മൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നവർ, RCC ഒക്കെ നമ്മുടെ അടുത്ത്, നമ്മൾ ഒരു ദിവസം എന്തുമാത്രം ക്യാൻസർ പേഷ്യൻസിനെ കാണുന്നുണ്ടല്ലേ? ഒത്തിരി പേരെ. RCCയിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ ഇവിടെ കാണാം, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നവർ കാണാം, നേഴ്സസ്മാർ ഇവിടെ കാണാം. എന്തുമാത്രം ക്യാൻസർ രോഗികളെ നമ്മൾ കാണുന്നവരാണ്. ഞാൻ എൻ്റെ ചോദ്യം, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, പ്രത്യേകിച്ച് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് ഏതെങ്കിലും ഒരു അവയവത്തിനകത്ത് വരുന്ന ഒരു ട്യൂമറാണല്ലേ. ആ ട്യൂമർ അവിടെ ഇരുന്ന് അത് വല്ലാതെ ജീർണിച്ച് അത് മറ്റ് അവയവങ്ങളിലേക്ക് എന്ത് ചെയ്യും? അതിനെ സ്പ്രെഡ് ചെയ്യും. ഈ ക്യാൻസർ വന്ന അവയവത്തെ ഹീൽ ചെയ്യാനുള്ള മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ശരീരത്തിൻ്റെ ഒരു അവയവത്തിന്, എക്സാമ്പിൾ ബ്രസ്റ്റിൽ ഒരു ക്യാൻസർ എന്ത് ചെയ്തു? വന്നു. ആ ബ്രസ്റ്റിൽ വന്ന ക്യാൻസറിനെ ഹീൽ ചെയ്യാനുള്ള മെഡിസിൻ ഉണ്ടോ? ഒരിക്കലുമില്ല. ക്യാൻസറിന് സത്യം പറഞ്ഞ മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തുവാ? ഒന്നുമില്ല, ആ അവയവത്തെ ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത്, അല്ലാതെ ആ അവയവത്തെ ഹീൽ ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല. അല്ലെങ്കിൽ കീമോ ചെയ്ത് അവിടം വെച്ച് ആ അവയവത്തിൻ്റെ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട് കരിയിപ്പിച്ച് നശിപ്പിച്ച് കളയുക, അങ്ങോട്ട് താഴോട്ട് സ്പ്രെഡാകാതിരിക്കാൻ. അല്ലാതെ ജീർണിച്ചു പോയതിനെ അതിനെ റീസ്റ്റോർ ചെയ്യാൻ ഉള്ളൊരു മെഡിസിൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നത് തിന്നുകളയുന്നതാണ്, നശിപ്പിക്കുന്നതാണ്. പക്ഷെ ക്യാൻസറിനെ സൗഖ്യമാക്കാൻ മെഡിസിന് കഴിയത്തില്ല, പക്ഷെ യേശുവിന് കഴിയും. ജീർണിച്ചു പോയതിനെ, നശിച്ചു പോയതിനെ, ഇനി ശരിയായി വരത്തില്ലെന്ന് പറഞ്ഞതിനെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന കർത്താവിന് കഴിയും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്?
ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ അസാധാരണമായ രോഗസൗഖ്യങ്ങൾ നടക്കുകയാണ്. സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞത് മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടു പോയത്, മെഡിസിൻ ഫെയിലായി പോയെടുത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു എന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്ത് റിസീവ് യുവർ ഹീലിംഗ്. സൗഖ്യമാകട്ടെ. മെഡിസിന് കഴിയാത്തത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ ശക്തി ഇതിനകത്ത് ചെയ്യട്ടെ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യത്തോടെ എല്ലാ പ്രാവശ്യം വന്നു പോകുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ടല്ല, ചുമ്മാ ഒരു പ്രസംഗം കേട്ടിട്ട് പോകുകയായിട്ടല്ല, മറിച്ച് ഈ വചനത്തിലൂടെയുള്ള വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ. ആമേൻ. കണ്ടോ, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എഫെസോസിനകത്തുള്ള ആൾക്കാരെ, എല്ലാവരും അല്ല, ചിലരൊക്കെ വാ തുറന്ന് ഒരുത്തനെ നോക്കി വലുതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാം. പിന്നെ അവൻ ലൈഫിലോട്ട് തിരിച്ചെന്ത് ചെയ്യത്തില്ല, വരത്തില്ല. സംസാരിച്ച് നശിപ്പിച്ച് കളയുന്നവർ അവിടെ ഉണ്ട്. സംസാരിച്ച് നശിപ്പിച്ച് കളയുന്നവർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, വാക്കുകൾ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ നോക്കിയാണോ പറയുന്നത് ആ വ്യക്തി പിന്നെ എന്ത് ചെയ്യത്തില്ല, സംസാരിച്ച് നശിപ്പിച്ച് കളയുക. അവരുടെ വാക്കുകൾ അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അടുത്ത വാക്യം ഹുമനയോസും 18ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാവോ? 18ാമത്തെ വാക്യം. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകും. ശ്രദ്ധിക്കണം, ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ ഹുമനയോസും ഫിലേത്തോസും മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഒരു കൂട്ടം ആൾക്കാരാണ്. ഏത് കൂട്ടം? ക്യാൻസർ പോലെ, അർബുദ വ്യാധി പോലെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഒരു കൂട്ടം ആൾക്കാർ. ഒരു കൂട്ടം എന്ന് പറയുന്നത് 2 പേരാണോ 3 പേരാണോ? ഒരു കൂട്ടം എന്ന് പറയുന്നത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു കൂട്ടം പേർ ഉണ്ട്. 1, 2, 3, 4, 5, 10 പേരല്ല, ഒരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പൊ ഞാൻ പറയാം, 2 പേരല്ല, ഒത്തിരി പേരുണ്ട്. 2 പേരല്ല, ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒത്തിരി പേരുള്ള കൂട്ടത്തിൽ ഈ പൗലോസ് അപ്പോസ്തലൻ ഹുമനയോസിന്റെ ഫിലേത്തോസിന്റെ പേര് മാത്രം പറയാനുള്ള കാര്യം എന്താ? ഈ പൗലോസിന് ഈ 2 പേരോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? ഇല്ല. അതൊരു പാർഷ്യാലിറ്റി അല്ലേ? ഹുമനയോസും ഫിലേത്തോസും ചെയ്യുന്ന സെയിം തെറ്റ് തന്നെയാണ് ബാക്കിയുള്ളവരും എന്ത് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവരുടെ പേര് പറയാതെ ഇവരുടെ പേര് മാത്രം എന്ത് ചെയ്തു പറഞ്ഞു. അതന്നെ, ഈ 2 പേരുടെ പേര് മാത്രം പറയാൻ ഇവരോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ എന്തെങ്കിലും പേഴ്സണായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് പൗലോസിന് ഇവരോടുണ്ടോ? ഇല്ല. ഞാൻ ചിന്തിച്ചു, അതെന്താ ഈ 2 പേരുടെ പേര് പറഞ്ഞേ? ഞാൻ പറയാം, ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് 2 പേരെ മാത്രം മെൻഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫെസോസിനകത്ത് ആരൊക്കെ അർബുദ വ്യാധി പോലെ സംസാരിച്ചാലും, ഹുമനയോസെ ഫിലേത്തോസെ, നീയൊക്കെ 2 അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ മെൻഷൻ ചെയ്തേ. അതെന്താ? നിങ്ങൾ 2 പേരും അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം അടുത്ത വാക്യമുണ്ട്. അവർ സത്യം വിട്ട് തെറ്റി. കേട്ടോ ആന്റി, അവർ സത്യം വിട്ട് തെറ്റി. അപ്പൊ ബാക്കിയുള്ളവർ സത്യം അറിയാതെ സംസാരിക്കുന്നവരാ. പക്ഷേ നിങ്ങൾ സകല കാര്യവും അറിഞ്ഞു വെച്ചോണ്ടാ സംസാരിക്കുന്നേ. ഈ കാര്യം അറിയാത്തവൻ സംസാരിക്കുന്നതും എല്ലാം അറിഞ്ഞു വച്ചിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഉണ്ടോ ഇല്ലയോ? അയ്യോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കൊന്ന് ചിലരൊക്കെ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. എനിക്കൊന്ന് ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നോണ്ടായിരിക്കും. അവർ സത്യം വിട്ടെന്ത് ചെയ്തു?
തെറ്റി. അവർ സത്യം വിട്ട് തെറ്റി. ഈ എല്ലാവരും പറയുന്ന വേർഡ് നമ്മളെ ഹേർട്ട് ചെയ്യത്തില്ല. പക്ഷേ ചില വ്യക്തികൾ പറയുന്ന വേർഡ് നമ്മളെ വല്ലാണ്ട് എന്ത് ചെയ്യും? ഹേർട്ട് ചെയ്യും. ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞു വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ നിന്നൊരു പൊട്ടനെ പോലെ ഒന്നും അറിയാതെ സംസാരിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ആളാണ് ആര്? ഹുമനയോസും ഫിലേത്തോസും. അവർ സത്യം വിട്ട് തെറ്റി. അവർ പറഞ്ഞ ദുരുപദേശമല്ല, പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. അപ്പൊ പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എന്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു? പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി യേശു ഒന്നും വരത്തില്ല, വന്നിട്ട് പോയി. പുനരുദ്ധാനം ഇല്ലെന്ന് പറഞ്ഞില്ല, പക്ഷേ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇനി ആര് വരത്തില്ല? യേശു വരത്തില്ല എന്ന് പറഞ്ഞ ഇനി നിത്യതയുടെ വെളിപ്പാട് ഇല്ല. വിശുദ്ധന്മാരെ ചേർക്കാൻ ആര് വരത്തില്ല? കർത്താവ് വരത്തില്ല. വന്നിട്ട് എന്ത് ചെയ്തു? പോയി. പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ചിലരുടെ വിശ്വാസം ആപദം പറഞ്ഞ് മറിച്ചു കളയുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഹുമനയോസും ഫിലേത്തോസും സക്സസ് ആണോ അല്ലയോ? അല്ല. അല്ലേ? ഹുമനയോസും ഫിലേത്തോസും അവർ ചെയ്ത കാര്യത്തിൽ സക്സസ് ആയോ ഇല്ലയോ? ആയോ ഇല്ലയോ? കാരണം പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അവർ ജയിച്ചു നിൽക്കുക. അവര് പറയുന്ന കള്ളം കേട്ട ആൾക്കാര് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ സക്സസ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവരാരാണ്? അപ്പൊ ചോദിക്കട്ടെ, പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിൽക്കുന്നവരെ തെറ്റിച്ച് കളയണമെങ്കിൽ ഹുമനയോസും ഫിലേത്തോസും ചെറിയ പുള്ളികളാണോ? നല്ല വാക്ചാതുര്യമുള്ളവരാ. കാരണം സത്യത്തെ വളച്ചൊടിച്ച് കള്ളത്തെ സത്യവാക്കാനുള്ള വാക്ചാതുര്യം ആർക്കുണ്ട്? അപ്പൊ ഇവര് ചില്ലറക്കാരാണോ? അങ്ങനെ ഒരു കൂട്ടം പേരാണ് അവിടെ ഉള്ളേ എഫെസോസിനകത്ത്. ഞാൻ ചോദിക്കട്ടെ ജോബിൻ പാസ്റ്റർ, ഇത് ഒരു സഭയെ സംബന്ധിച്ച് ചെറിയ പ്രശ്നമാണോ? പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. ഒരു ചെറിയ പ്രശ്നമാണോ ഇത് സഭയെ സംബന്ധിച്ച്? അല്ല. നമ്മുടെ സഭകളിലൊന്നും ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സഭകളിലൊക്കെ പ്രശ്നം വേറെ വേറെയാണ് അല്ലേ? വേറെ നിസ്സാര പ്രശ്നങ്ങൾ. സ്നേഹവിരുന്നിന് ഫുഡ് വിളമ്പിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന അച്ചായൻ്റെ ഇലയിൽ അവിയൽ കൂടുതലുണ്ടായിരുന്നു, എനിക്കിച്ചിരി. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. എല്ലാവർക്കും ചിക്കൻ കറി കിട്ടി, പക്ഷെ എനിക്ക് മാത്രം. ഞാനിങ്ങനെ പോയപ്പോൾ പാസ്റ്റർ എന്നെ കണ്ടിട്ട് എനിക്ക് കൈ എന്ത് ചെയ്തില്ല. കാരണം ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തായിരിക്കും ഒത്തിരി പേർക്ക്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാക്കേണ്ടതല്ലാത്ത പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ആ പോട്ടെ എന്ന് പറഞ്ഞ് നിസാരമായി തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വലിയ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ഇതുപോലത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന് ഇനി എങ്ങനെ നിൽക്കും? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന ചിരിച്ചില്ല, കണ്ടില്ല, മിണ്ടിയില്ല, വിശേഷം ചോദിച്ചില്ല, അടുത്തിരുന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല, കറി കുറഞ്ഞു, എന്നെ വിളിച്ചില്ല, എനിക്ക് മാത്രം എന്നെ മാത്രം വാട്സപ്പ് ചെയ്ത് എന്ത് ചെയ്തില്ല. നമുക്ക് വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നം ഒരു ചെറിയ പ്രശ്നം അല്ല. പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം. അപ്പോൾ എൻ്റെ ചിന്ത, നിത്യതയുടെ വെളിപ്പാട് ഒരു സഭയിൽ നിന്ന് പോയാൽ പിന്നെ അതിനെ സഭയെന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ ക്ലബ് എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഹുമനയോസിന്റെയും ഫിലേത്തോസിന്റെയും അജണ്ട സഭയെ ക്ലബാക്കണം. സഭയുടെ ബേസ്മെന്റിനെ പൊളിക്കണം.
ഉപദേശത്തെ മറിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിത്യതയുടെ വെളിപ്പാടില്ലാത്തൊരു സഭ എങ്ങനെ പോവും? അവിടുത്തെ ആൾക്കാരുടെ അന്തരീക്ഷം എങ്ങനെ ആയിരിക്കും? നിത്യതയുടെ വെളിപ്പാട് ഘോരഘോരം പ്രസംഗിച്ചിട്ടേ നമുക്കൊരു പേടിയില്ല. ആണോ? ഞാൻ പറയുന്നത് ശരിയാണോ? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ ആത്മീക ജീവിതത്തെയും വിശുദ്ധിയെയും വേർപാടിനെയും നിത്യതയുടെ വെളിപ്പാടിനെയും കർത്താവിൻ്റെ വരവിനെയൊക്കെ കുറിച്ച് പ്രസംഗിച്ചിട്ട് പോലും നമ്മൾ അത് കേട്ടിട്ട് അടി ഉണ്ടാക്കുന്നവരാ. അപ്പോൾ അതുകൂടെ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? പിടിച്ചാൽ കിട്ടുമോ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഹുമനയോസിന്റെ ഫിലേത്തോസിന്റെയും അജണ്ട ആത്മനിറവിൽ വേദപുസ്തക പ്രകാരം നിത്യതയുടെ വെളിപ്പാടോടുകൂടെ പോകുന്ന സഭയെ പൊളിച്ച് അതിനെ ക്ലബ്ബാക്കി മാറ്റണം. ഇതൊരു ചെറിയ പ്രശ്നമാണോ എഫെസോസ് സഭയെ സംബന്ധിച്ച്? ഈ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രാപ്തി തീമത്യോസിനില്ല എന്നുള്ളൊരു തോന്നൽ തനിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ തീമത്യോസിൻ്റെ ക്യാരക്ടർ പഠിക്കണം. തീമത്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നിഷ്കളങ്കനായൊരു പയ്യനാണ്. എൻ്റെ ഭാഷ പറഞ്ഞ ഒരു ലോല ഹൃദയം, ഒരു തൊട്ടാവാടിയാണ് ആര്? തീമത്യോസ്. ആരെക്കൊണ്ട് ഒരു പേര് ദോഷം കേൾപ്പിക്കാത്ത ആളാണ് ആര്? തീമത്യോസ്. തീമത്യോസ് ഏത് പട്ടണക്കാരനെന്നറിയാവോ? ഏത് പട്ടണക്കാരനാ? ലുസ്ത്രക്കാരനാണ്. ലുസ്ത്ര. അതാണ് തീമത്യോസിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തീമത്യോസ് ആരാണെന്ന് ആ 2 വാക്യങ്ങൾക്കകത്തുണ്ട്. അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്യോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീക പക്വതയുള്ള ഒരു പ്യുവർ പെന്തക്കോസ്റ്റ് കുടുംബത്തിനകത്തുള്ള ആളാണ് ആര്? ഈ തിമത്യോസ്. അവൻ്റെ അമ്മ ഭക്തിയുള്ള ഒരു യഹൂദ സ്ത്രീ, പ്രാർത്ഥിക്കുന്ന ഒരമ്മ. അവൾ അത്ര ആത്മീക ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ട് വന്ന പയ്യനാണ് ആര്? തീമത്യോസ്. എന്നിട്ട് തീമത്യോസിനെ കുറിച്ച് സാക്ഷി പറയുന്നത് വീട്ടുകാരുമല്ല, സഭക്കാരുമല്ല, നാട്ടുകാരാ പറയുന്നത്. രണ്ടാമത്തെ വാക്യം, അവൻ ഇക്കോന്യയിലും ലുസ്ത്രയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷിയുള്ളവനായിരുന്നു. ആരായിരുന്നു? നല്ല സാക്ഷ്യം. ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അപ്പൊ നാട്ടുകാര് തീമത്യോസിനെ കുറിച്ച് പറയുന്നത് നല്ല പയ്യൻ. ആരാണ്? നല്ലവനാണ്. ഇപ്പൊ വീട്ടുകാർ പിള്ളേർ മോശമാണെങ്കിലും എൻ്റെ ചെറുക്കനെ പോലെ അല്ലെങ്കിൽ എൻ്റെ മോളെ പോലെ നല്ല ഒരു കൊച്ചു വേറെ ആരും ഇല്ലെന്നേ അറിയത്തുള്ളൂ. അഥവാ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പറയും, ഇന്ന കൊച്ചിൻ്റെ കൂടെ നടന്നുകൊണ്ടാ എൻ്റെ കൊച്ചിനെ ഇത് എന്ത് ചെയ്തേ, ആ കൊച്ചാണ് എൻ്റെ കൊച്ചിനെ കൂടെ എന്ത് ചെയ്തത്. നമ്മളെപ്പോഴും നമ്മുടെ പരാജയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവരാണ്, അല്ലേ? എന്നാൽ തീമത്യോസിനെ കുറിച്ച് പറയുന്നു, ലുസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരങ്ങളാൽ നല്ല സാക്ഷ്യമുള്ളവർ ഉള്ളവരായിരുന്നു. നാട്ടുകാർ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നല്ല സാക്ഷ്യം പറയണമെങ്കിൽ ആ പയ്യൻ്റെ ലൈഫ് എന്തുമായിരിക്കും? നല്ല കൊച്ചനായിരിക്കും. ആൻറ്റി പറഞ്ഞ പോലെ ഈ നല്ല പയ്യനാന്ന് ഈ നാട്ടുകാർ നല്ലതാന്ന് പറയണമെങ്കിലേ, നാട്ടുകാർ നല്ലതാണെന്ന് പറയണമെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് വ്യൂ അനുസരിച്ച് ഇട്ട നാക്ക് പുറത്തെടുക്കാത്തവനായിരിക്കും. എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഗുണത്തിനും ദോഷത്തിനും. ഇനി ന്യായമായിട്ടുള്ള വിഷയത്തിനകത്ത് പോലും ആരും പ്രതികരിക്കൂല തീമത്യോസ്. കാരണം ന്യായമായിട്ടുള്ള വിഷയത്തിന് പ്രതികരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പറയും അവൻ്റെ നാക്ക്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആർക്കും ഒരു ഗുണത്തിനും ദോഷത്തിനും പോകാതെ, വലിയ പ്രതികരിക്കാനൊന്നും പോകാതെ മര്യാദയ്ക്ക് നടക്കുന്ന ആളാണ് ആര്? തീമത്യോസ്. അതുകൊണ്ടാണ് പറഞ്ഞ നല്ല പയ്യൻ. കേൾക്കണം,
പൗലോസിന് തീമത്യോസിനെ കിട്ടിയത് ലുസ്ത്രയിൽ വെച്ച് കിട്ടിയ ആളാണ്, ലുസ്ത്രക്കാരനാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കൂടുതൽ പ്രാണവേദന സഹിച്ചത് ലുസ്ത്രയിൽ വെച്ചാണ്. ആക്സ് 40 നമുക്കറിയാം, 14 അധ്യായത്തിൽ താൻ മരിച്ചെന്ന് വിചാരിച്ച് പട്ടണത്തിന് പുറത്തെന്ത് ചെയ്തു? ഇഴച്ചു കളഞ്ഞു. ഇവിടെ വെച്ച ലുസ്ത്രയിൽ വെച്ച് കണ്ടോ, പ്രാണവേദന സഹിച്ച പട്ടണത്തിൽ ഉള്ള ഒരു വ്യക്തിയെയാണ് പൗലോസിന് പ്രാണൻ പോകുവോളം തൻ്റെ കൂടെ നിൽക്കാൻ ഒരു ശിഷ്യനെ കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? പ്രാണവേദന സഹിച്ച സ്ഥലത്ത് പ്രാണൻ പോകുവോളം തൻ്റെ കൂടെ നിൽക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ശിഷ്യനെ കർത്താവ് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ വേദനിച്ച പട്ടണത്തിനകത്ത് ശിഷ്യന്മാരുണ്ടാകുമെന്ന്. നീ വേദനിച്ച പട്ടണത്തിനകത്ത് നിനക്കൊരു മാന്യത ഉണ്ടാകുമെന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാവിൽ സഭയോട് പറയാം. തകരത്തില്ല, തകരുന്നു നിന്ന് തോന്നിയ സ്ഥലത്ത് നിനക്കൊരു വിടുതലുണ്ട്. നീ വേദനിച്ചു, നീ ഉടഞ്ഞു, ഇവിടെ നീ ഉയരത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഒരു മാന്യത സ്വർഗം തരുമെന്ന് ഈ പകൽ ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാനസികമായി ഉടച്ചെടുത്ത്, ശാരീരികമായി ഉടച്ചെടുത്ത്, നിന്നെ വേദനിപ്പിച്ചെടുത്ത് നിനക്ക് ശിഷ്യന്മാരുണ്ടാകും. അവിടെ ഒരു മാന്യത ഉണ്ടാകുമെന്ന് ഈ പകൽ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ അപ്പം ലുസ്ത്രയിലും ഇക്കോനിയയിലും ഉള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷിയുള്ളവരാണായിരുന്നു ആര്? അപ്പൊ അത്ര പ്യുവറായിട്ടുള്ളൊരു പയ്യൻ, വളരെ ലോല ഹൃദയമുള്ള ഒരു പയ്യൻ. എൻ്റെ ചോദ്യം, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള തീമത്യോസിന് എഫെസോസിലുള്ള ഹുമനയോസിനോട് ഫിലേത്തോസിനോടൊക്കെ സംസാരിച്ച് നിൽക്കാനുള്ള ആംബിയർ ഉണ്ടോ? പറഞ്ഞേ. അതാ പൗലോസ് തീമത്യോസിനോട് പറഞ്ഞേ. 3-ാമത്തെ വാക്യം, 1 തീമത്യോസിന്റെ 3-ാമത്തെ വാക്യം, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് പറഞ്ഞ മോനെ തീമത്യോസെ, വായു പൂട്ടിയിരുന്ന കാര്യം ശരിയാകത്തില്ല. നീ വാ തുറന്ന് എന്ത് ചെയ്യണം? ആജ്ഞാപിക്കണം. അന്യത ഉപദേശിക്കുന്നവരുടെ മുഖത്ത് നോക്കിയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുന്നവരുടെ മുഖത്ത് നോക്കിയും നീ സോഫ്റ്റായിട്ട് നിൽക്കരുത്, കൽപ്പിക്കണം. ഇതിവിടെ പറ്റത്തില്ലെന്ന് എന്ത് ചെയ്യണം? ഇതിനുള്ള ആംബിയർ ആർക്കില്ല? പുള്ളി ഇപ്പോൾ പെട്ടിയും ബാഗ് റെഡിയാക്കി വെച്ചേക്കുക. ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ പൊന്നച്ച, എനിക്ക് ഇവരോടൊന്നും സംസാരിച്ച് നിൽക്കുകയാണെന്ന് എന്നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാനൊരു കാര്യം പറയാം പ്രിയരെ, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം. ഹല്ലേലൂയ, ആമേൻ. തീമത്യോസേ, ഇവിടെ നിനക്ക് നിൽക്കണമെങ്കിൽ അവിടെ ഇനി ഹുമനയോസ് ആണേലും ഫിലേത്തോസ് ആണേലും അലക്സാണ്ടർ ആണേലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നീ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിവിടെ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ തീമത്യോസ് പറയുകയാണെങ്കിലേ പുള്ളിക്ക് പേടിയാണ്. ഉയരെന്ത് കാണും? ഇതൊരു വിഷയമാണ്, ഒറ്റ വിഷയത്തിലോട്ടാണ് നിൽക്കുന്നത്. അടുത്ത് ഇനിയുണ്ട് കാരണങ്ങൾ. അപ്പോൾ അന്യത ഉപദേശിക്കുന്നവർ അവിടെ ഉണ്ട്, എഫെസോസിനകത്ത് ഉണ്ട്. അതങ്ങനെ ക്യാൻസർ പോലെയാണ് സംസാരിക്കുന്നത്, ക്യാൻസർ പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹുമനയോസും ഫിലേത്തോസും എന്ന് പറയുന്നത് പുറത്തുള്ളവരല്ല, പിന്നെ എവിടെ ഉള്ളവരാ? സഭയ്ക്കകത്തുള്ളവരാ. ഇവരാണ് സത്യം വിട്ട് എന്ത് ചെയ്തു? തെറ്റി. ഇപ്പോഴത്തെ വിഷയം, തെറ്റിയവൻ പുറത്താണെങ്കിൽ വിഷയമല്ല, തെറ്റിയവൻ അകത്താണെങ്കിൽ വിഷയമാണ്. എഫെസോസ് സഭയെ സംബന്ധിച്ച്
തെറ്റിയവർ പുറത്തല്ല, പിന്നെ തെറ്റിയവർ എവിടാ? അകത്താണ്. തെറ്റിയവർ അകത്തിരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയും കൂടെ തെറ്റിച്ചുകൊണ്ടായിരിക്കും. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഇപ്പൊ ഒരാൾ തെറ്റി പുറത്തു പോയാൽ, ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിനകത്ത് ഒരാൾ തെറ്റിയിരുന്നാൽ ആ കുടുംബത്തിന്റെ അന്തരീക്ഷം എന്തുമായിരിക്കും? ആ വീടിന് സമാധാനം കാണും? ആ കാണോ? ഒരാൾ ഇടം തിരിഞ്ഞ് നിന്നാൽ മതിയല്ലോ, അവിടത്തെ അന്തരീക്ഷം മുഴുവൻ എന്ത് ചെയ്യും? സ്തോത്രം പറഞ്ഞേ. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മാമ്മ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നു, ചിലപ്പോൾ അച്ചാൻ്റെ മുഖം ഇച്ചിരി കടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ പോയി. ഒരാളുടെ മുഖം വാടിയിരുന്ന് കഴിഞ്ഞാൽ ആ വീടിലെ സകല അന്തരീക്ഷം എന്ത് ചെയ്തു? തെറ്റിച്ചു കളയുന്നു. രണ്ടാമത്തെ വിഷയം, താൻ അവിടം വിട്ടു പോകാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ വിഷയം, 1 തിമോഥെയോസ് 1:3 വാക്യത്തിൽ അന്യത ഉപദേശിക്കരുതെന്നും, അടുത്ത പദം കണ്ടു, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. അപ്പൊ ശ്രദ്ധിക്കണം, എഫെസോസ് സഭയ്ക്കകത്ത് ഡിബൈറ്റ് ഉണ്ട്. എന്തുണ്ട്? തർക്കമുണ്ട്. എന്തുണ്ട്? തർക്കമുണ്ട്. എന്തിനകത്താ തർക്കമുള്ളേ? വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഡിബൈറ്റ് ആവശ്യമാണ്. ചിലതിനോട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? തർക്കിക്കേണ്ടി വരും. വചനവിരുദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? പക്ഷേ ഇവിടെ ഇപ്പൊ തർക്കം നടക്കുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ല, സഭാ വളർച്ചയ്ക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ല. ഇവിടെ നടക്കുന്ന തർക്കം കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന്. അപ്പോൾ ഈ തർക്കം കൊണ്ട് ദൈവസഭയ്ക്കോ തർക്കിക്കുന്നവർക്കോ ഒരു ഗുണവുമില്ല. ഈ തർക്കം കൊണ്ട് തകർച്ച സംഭവിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ല. ഒരു ഗുണവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എന്തിനാണ്? കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുത് എന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. അപ്പോൾ ഇപ്പോൾ എഫെസോസിനകത്തിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ വിശ്വാസത്തിലേക്കല്ല, നിത്യതയിലേക്കല്ല, ആത്മീക വളർച്ചയിലേക്കല്ല. ഇപ്പം അവരുടെ ശ്രദ്ധ മുഴുവൻ കെട്ടുകഥയിലേക്കാണ്. ആരെങ്കിലും ഒരു കഥയായിട്ട് വരും, പിന്നെ സംസാരിക്കുന്നതെല്ലാം ഇന്നലെ നിത്യതയെക്കുറിച്ച് സംസാരിക്കുന്നവർ ഇപ്പോൾ ആരോ കൊണ്ടുവന്ന കെട്ടുകഥയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ഇന്നലെ വരെ ആത്മീക വളർച്ചയും കൃപാവരത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ ഇപ്പോൾ ആരെയോ മെനഞ്ഞു വിട്ട് ആരെയെക്കുറിച്ച് ഉണ്ടാക്കിയ കെട്ടുകഥയെക്കുറിച്ച്, അന്തമില്ലാത്ത വംശാവലികൾ. കണ്ടോ? ശ്രദ്ധ മാറി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്നെ കൃപയിൽ നിന്ന് പുറത്തിറക്കുന്ന മേഖലയിൽ നീ ശ്രദ്ധിക്കരുത്. അഭിഷേകത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന മേഖലയിലേക്ക് ശ്രദ്ധിക്കരുത്. നിന്റെ നിത്യജീവനെ തകർത്ത് കളയുന്ന ഒരു കെട്ടുകഥകളിലേക്ക് ശ്രദ്ധിക്കരുത്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മ പറയുന്നു, ശ്രദ്ധ വിശ്വാസത്തിലേക്ക് വരട്ടെ, നിത്യതയിലേക്ക് വരട്ടെ, കൃപാവരത്തിലേക്ക് വരട്ടെ, ആത്മീക വളർച്ചയിലേക്ക് വരട്ടെ, വിശ്വാസത്തിലേക്ക് ശ്രദ്ധ വരട്ടെ. നിന്റെ ശ്രദ്ധയെ തെറ്റിച്ചു കളഞ്ഞ സകല മണ്ഡലത്തെയും പൗലോസ് അണലിയെ കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് മകൾ കുടഞ്ഞുകള അൺവാണ്ടഡ് ആയിട്ടുള്ള സകല ഏരിയക്കകത്ത് നിന്നും ശ്രദ്ധയെ മാറ്റിക്കോ. വിശ്വാസത്തെ ശ്രദ്ധിക്ക്, ആത്മീകതയെ ശ്രദ്ധിക്ക്, കൃപാവരത്തെ ശ്രദ്ധിക്ക്, സഭയുടെ വളർച്ചയെ ശ്രദ്ധിക്ക്. ഇന്ന് പകൽ സഭയെ തകർക്കുന്ന രീതിയിൽ, കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിൽ അഭിഷേകത്തെ മനസ്സിലാവുന്നുണ്ടോ? ചിലരുടെയൊക്കെ കയ്യടിയും പാട്ടും പ്രാർത്ഥന ഇരിപ്പും കാണുമ്പോഴേ അറിയാം എവിടാ ശ്രദ്ധയെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
ഈ പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, എവിടാ നിന്റെ ശ്രദ്ധ മാറിയേ? എവിടാ മാറിയ ശ്രദ്ധ? എവിടെ നിന്നാ മാറിയേ? വിശ്വാസത്തിൽ നിന്ന് ശ്രദ്ധ മാറിയോ? അഭിഷേകത്തിൽ നിന്ന് ശ്രദ്ധ മാറിയോ? ആരാധനയിൽ നിന്ന് ശ്രദ്ധ മാറിയോ? ആരാധനയ്ക്കകത്ത് വരുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വരുന്നുണ്ട്, തിരുമേശ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധ അവിടെ കിടക്കുന്നേ. ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, സഭ തിരിച്ചു മടങ്ങി വരുന്ന ഒരു ദിവസമായി മാറട്ടെ. നിന്റെ ശ്രദ്ധ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കെട്ടുകഥകൾക്കും നിൽക്കാൻ പറ്റത്തില്ല, ഒരന്തമില്ലാത്ത വംശാവലികൾക്കും നിൽക്കാൻ പറ്റത്തില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിബേറ്റുകൾ ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിബേറ്റുകളെ കൊണ്ടുവരുന്ന ശ്രദ്ധകളെ യേശുവേ ഇന്ന് പകൽ പൊളിച്ചിട്ട് ഒരു മടങ്ങി വരവിന്റെ ദിവസങ്ങളാക്കി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചേ പ്രിയരെ, കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കുന്നൊരു കൂട്ടം വിശ്വാസത്തെ ശ്രദ്ധിക്കേണ്ടവരാ. പക്ഷെ ഇപ്പൊ എന്ത് മാറി? ശ്രദ്ധ മാറിയോ? മാറി. ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അത് പൊളിയും. ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ വിഷയങ്ങളുണ്ടാകും. ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ നാശനഷ്ടം ഉണ്ടാകും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നീ നശിക്കാനല്ല, നീ തകരാനല്ല, നീ ഉടയാനല്ല, നീ കൃപയ്ക്കകത്ത് നിൽക്കാനാ സ്വർഗം ആഗ്രഹിക്കുന്നേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുന്നേ, പ്രാർത്ഥനയിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ ഉടഞ്ഞു പോകും കേട്ടോ, തകർന്നു പോകും കേട്ടോ. വചനത്തിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ തകരും കേട്ടോ. ഇന്ന് പകൽ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ, പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞാൽ, അഭിഷേകത്തിൽ വന്നു കഴിഞ്ഞാൽ നീ തകരത്തില്ല. നിന്റെ ദൈവം പണിയോ, ദൈവം നിന്നെ ഉയർത്തോ. കരമടിച്ചൊന്ന് ആരാധിച്ചോ. കൃപാവരങ്ങളൊന്ന് ശ്രദ്ധിക്ക. അഭിഷേകത്തിലൊന്ന് വളർന്നു കയറുക. പ്രാർത്ഥനയിലൊന്ന് ശക്തിപ്പെട. പ്രാർത്ഥനയിൽ ശ്രദ്ധിക്ക. നമ്മൾ ഏതിലാണോ ശ്രദ്ധിക്കുന്നത് അതിൽ നമ്മൾ ജ്വലിക്കും. ഒരു തട്ടാൻ തീക്കകത്തിട്ട് പൊന്നിനെ ഉരുക്കുമ്പോൾ പുള്ളിയുടെ കണ്ണ് വേറൊരിടത്തോട്ട് പോകത്തില്ല, അതിൽ തന്നെ ശ്രദ്ധിച്ച അത് ഊതും. അത് ഊതുമ്പോഴാണ് അത് ജ്വലിക്കുന്നത് അല്ലേ? ഇന്ന് പകൽ നീ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചാൽ നിന്റെ പ്രാർത്ഥന ജ്വലിക്കും. നീ ആരാധനയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിന്റെ ആരാധന ജ്വലിക്കും. കൃപാവരങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃപാവരം ജ്വലിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാ പറയുന്നു, പ്രാർത്ഥന ജ്വലിക്കട്ടെ, ആരാധന ജ്വലിക്കട്ടെ, വചനധ്യാനം ജ്വലിക്കട്ടെ. ഇതിനകത്തൊക്കെ ജ്വലനം സംഭവിച്ചാൽ തീ പിടിക്കാൻ തുടങ്ങും. പ്രാർത്ഥനയിൽ തീ പിടിക്കുന്ന ഒരു അന്തരീക്ഷം ആരാധന വിശ്വസിക്കുന്നേ. വചനത്തിനകത്ത് തീ പിടിക്കണമെങ്കിൽ വചനത്തിനകത്ത് ജ്വലിക്കുക, അതിനെ ശ്രദ്ധിക്കുക. ശ്രദ്ധാമണ്ഡലങ്ങളെ തിരിച്ചു കളഞ്ഞ സകല പൈശാചിക ഇടപാടുകളും യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അത് പൊളിഞ്ഞു മാറട്ടെ. ഈ 2026 ഈ ജനുവരി മാസം, ഹല്ലേലൂയ, ഈ 9-ാം തീയതി ആത്മമണ്ഡലത്തെ ശ്രദ്ധിച്ച് ആത്മതലങ്ങളിലെ അടുത്ത തലങ്ങളിലേക്ക് വളരുന്നവർ പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ശ്രദ്ധ പ്രാർത്ഥനയിലാണെങ്കിൽ പറഞ്ഞ ആ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന ജ്വലിച്ചു കഴിഞ്ഞാൽ ഒന്ന് അന്തരീക്ഷം ചിന്തിച്ചു നോക്കി. ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ചിന്തിച്ചേ, ആ സഭയുടെ അന്തരീക്ഷം ചിന്തിച്ചേ. ഒരു സ്തോത്ര അഭിഷക്തന്റെ ദൂതനെ തിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിന്തിച്ചോണം, അവിടെ പ്രാർത്ഥനയുടെ മണ്ഡലം വെളിപ്പെട്ടിട്ടില്ലെന്ന്.
ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നമ്മൾ ആത്മാവിൽ കത്തുന്നതിനനുസരിച്ച് നമ്മുടെ ദൂത് മാറി വരുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, അവൻ പ്രാർത്ഥനയുടെ ഒരു മാൻഡിലിനെ സ്വർഗം ഇതിനകത്ത് കൈമാറുകയാണ്. എനിക്കറിയാം ഇതിനകത്ത് പ്രാർത്ഥനയിൽ കത്തുന്ന ചില അപ്പന്മാരുണ്ട്, ചില അമ്മമാരുണ്ട്. ഈ 2026 സഭയെ അടുത്തൊരു അന്തരീക്ഷത്തിലേക്ക് തിരിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ഒരു തീ ഇതിനകത്ത് കത്തി തുടങ്ങുകയോ. ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ കെട്ടുകഥകളെയും, അടുത്ത പദം അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന്. കെട്ടുകഥകളുമായി വരുന്നവർ എവിടെയുണ്ട്? എഫെസോസിനകത്ത് ഉണ്ടായിരുന്നു. അന്ധവിശ്വാസികൾ എവിടെയുണ്ട്? എഫെസോസിലുണ്ടായിരുന്നു. കണ്ടാ വിശ്വാസിയാണ്, പക്ഷെ അകത്തൊന്നുണ്ട്. അപ്പോൾ എഫെസോസിനകത്തിരിക്കുന്നവർ വിശ്വാസികളായ അന്ധവിശ്വാസികൾ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ വിടുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുന്നവരും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ, അതിനുവേണ്ടി തർക്കിക്കുന്നവരുടെ ഇടയിൽ തീമത്യോസിനെ പോലെ ഒരാൾക്കിരിക്കാൻ എളുപ്പമാണോ? പൗലോസ് ആണെങ്കിൽ ഇരിക്കില്ല. പൗലോസ് വളരെ വ്യക്തമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും. പക്ഷേ തീമത്യോസിനെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത് ഇവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇവരുടെ ഒരു ചിന്താ നിലവാരം, 7-ാമത്തെ വാക്യം, 1 തീമത്യോസ് 1:7. ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നതിന്നതെന്നും സ്ഥാപിക്കുന്നതിന്നതെന്നും ഗ്രഹിക്കുന്നില്ലതാനും. കണ്ടോ? തങ്ങൾ പറയുന്നതിന്നതെന്നും, 7-ാമത്തെ വാക്യം കണ്ടോ? തങ്ങൾ പറയുന്നതിന്നതെന്നും സ്ഥാപി. എന്റെ ചോദ്യം, ഇവരെ വെച്ച് എങ്ങനെ സഭ? നിങ്ങൾ ചിന്തിച്ചേ. ഇവരെ വെച്ച് എങ്ങനെ സഭ? എനിക്കറിയാം ടിയോകോഷൻ പാസ്റ്ററേയും ജോബിൻ പാസ്റ്ററേയും എന്റെയൊക്കെ ആഗ്രഹം ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അടുത്ത ഞായറാഴ്ച എത്തിക്കണം, ആകണോ? നീ ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ ചർച്ചിലൊക്കെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഒരാഗ്രഹം എനിക്ക് തോന്നുന്നത്. ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ആവാൻ എന്തെങ്കിലും കാത്തിരിക്കും. അടുത്ത മെയിൻ സർവീസ് തിങ്കളാഴ്ച വൈകുന്നേരം എന്തെങ്കിലും. എനിക്ക് മീറ്റിങ്ങിന്റെ ഒത്തിരി ബിസി ഷെഡ്യൂൾ ഉണ്ടെങ്കിലും ഞായർ തിങ്കൾ ഞാൻ ഒരിടത്ത് പോകുന്നില്ല, ചർച്ചിൽ തന്നെ കാണും. കാരണം അടുത്തൊരു ആരാധന നടക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ തീമത്യോസിനോട് ചോദിച്ചാൽ പറയും, പക്ഷേ ഞായറാഴ്ച വരരുത്. ശനിയാഴ്ച രാത്രിയാകുമ്പോൾ തന്നെ തീമത്യോസിന്റെ അകവാളത്തിൽ പെട്ട്. കാരണം ഞായറാഴ്ച അടിയാണോ ആരാധനയാണോ ചെയ്യുന്നില്ല. കാരണം പുള്ളി പറയുന്ന ദൂതൊന്നും തിരിഞ്ഞു. ഇത് പെന്തക്കോസ്ത് സഭയാണ്. കൃപാവരങ്ങളിലും അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന സഭയാണ്. ഇതിനകത്ത് 2 യഹോവ സാക്ഷിക്കാരുണ്ടെങ്കിൽ, 2 ബ്രദറന്മാരുണ്ടെങ്കിൽ എന്ത് വലിയ അവസ്ഥ. ഒത്തിരി ഇതും വേണ്ട, 2 പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നില്ല, അഭിഷേകമില്ല, കൃപാവരമില്ല, അന്യഭാഷയില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു 10 ഇതിനകത്തുണ്ടെങ്കിൽ എന്തുവായിരിക്കും പറഞ്ഞേ? ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ എഫെസോസ് സഭയിൽ ഇരിക്കുന്ന ആളുകൾ തീമത്യോസ് ഞായറാഴ്ച എഴുന്നേൽക്കുകയാണ്. നിത്യതയുടെ വെളിപ്പാടുമായിട്ട് എഴുന്നേൽക്കുമ്പോൾ ദൈവരാജ്യമുണ്ട്. യേശു അതിന് വിശുദ്ധിയും വേർപാട് ചെയ്യും. ഒരുങ്ങണമെന്ന് പറയും, പാസ്റ്റർ നിർത്ത. യേശു ഒക്കെ വന്നിട്ട് പോയി. യേശു ഒക്കെ നിങ്ങൾ ചിന്തിച്ചു, ഒരു സർപ്പം പറയാൻ പറ്റും എഫെസോസിനകത്ത്?
ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവസഭയ്ക്ക് തെറ്റിയവരാരും ഉണ്ടാകരുത്. അഭിഷേകത്തിലും പ്രാർത്ഥനയിലും ദൈവകൃപയിലും വചനത്തിന് വേണ്ടി നിൽക്കുന്നവർ ഉണ്ടാകട്ടെ. തെറ്റായ നമുക്ക് വേണ്ട, അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്നവർ ആലയത്തിലേക്ക് ഉണ്ടാകട്ടെ. ഒന്ന് കരം അടിച്ചൊന്ന് ചേർന്ന് ആരംഭിച്ച് വിശ്വാസമില്ലാത്ത വിശ്വാസം എവിടെയുണ്ട്? പേര് വിശ്വാസി, പക്ഷെ എന്തില്ല? വിശ്വാസ കപ്പൽ തകർന്നു. പക്ഷെ എവിടെയാണ് പറഞ്ഞേ? യഹോദിലല്ല, സഭയ്ക്കകത്തുണ്ട്. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളയും. ഈ മനസ്സാക്ഷി എന്നാ പറയാ, ഈ മനസ്സാക്ഷി ഉണ്ടാകാൻ പെന്തക്കോസുകാരനാകണമെന്നില്ല, സ്നാനപ്പെടണമെന്നില്ല, അഭിഷേകം പ്രാപിക്കണമെന്നില്ല, തിരുവത്താനം ഭക്ഷിക്കണമെന്നില്ല. മനസ്സാക്ഷി ഉണ്ടാകാൻ മനുഷ്യരായാൽ മതി. എന്തായാലും മതി. ഡിഗ്രിയാണോ ഇല്ലയോ? അതോ സ്നാനപ്പെട്ടവർ മാത്രമേ മനസ്സാക്ഷിയുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് മനസ്സാക്ഷി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു കുറ്റബോധവും ഒരു പാപബോധവും ആരെ കുറിച്ച് എന്തും പറയും. ഞാനിപ്പോ മനസ്സാക്ഷി ഇല്ലാത്ത ഒരാളാണ്, ജോബിൻ പാസ്റ്ററിനെ തകർക്കാൻ ഞാൻ എന്തും പറയും, ജോബിൻ പാസ്റ്ററിനെ നശിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഞാൻ പറയുന്ന കാര്യം അത് ജോബിൻ പാസ്റ്ററിനെ എഫക്ട് ചെയ്ത് തന്റെ ശുശ്രൂഷയെ ബാധിച്ച്, തന്റെ ഫാമിലിയെ ബാധിച്ച്, തന്റെ സകലത്തിനെയും ബാധിച്ച് താൻ തകർന്നാൽ ആ തകർന്നത് ഞാൻ അറിഞ്ഞാൽ എനിക്ക്, പക്ഷെ എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്. ഞാൻ കാണുമ്പോൾ പുള്ളിയുടെ സ്ഥിതി ഇങ്ങനെ, അത് ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്കൊരു കൂസലും, എനിക്ക് തന്നെ കാണുമ്പോൾ താൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഇവര് അനുകമ്പ എനിക്ക്, കാരണം എനിക്ക് എന്തില്ല. ഇങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ട്. പാളയത്തിനകത്ത് ഇല്ലാത്ത സ്വന്തം പറഞ്ഞു, ഇങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ട്. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. വലിയ മനസ്സിലായ കാര്യം, ഈ ഹുമനയോസ് എന്ന് പറയുന്ന പുള്ളിക്ക് എല്ലാ ഗ്രൂപ്പിനകത്തും മെമ്പർഷിപ്പ് ഉണ്ട്. എല്ലാ ഗ്രൂപ്പിലും ആരുണ്ട്? ക്യാൻസർ പോലെ സംസാരിക്കാനോ അവിടെ ആരുണ്ട്? മനസാക്ഷി ഇല്ലാതെ ഒരുത്തരെ തകർക്കാൻ വേണ്ടിയിട്ടുണ്ട് ആരുണ്ട്? ഒരു നല്ല ഗ്രൂപ്പിനകത്ത് ആരില്ല. ഈ ഹുമനയോസിനെ ഞാൻ ഇട്ടിരിക്കുന്ന പേരുണ്ടല്ലോ, നമ്മുടെ ഈ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, പരസ്യമുണ്ട്. ഹാർപ്പിക്കിന്റെ പരസ്യം പോലെ ഹാർപ്പിക്ക് ഈ വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഈ വാഷ്റൂമിനകത്ത് ഈ ഹാർപ്പിക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോഴേ എല്ലാ കീടാണും നശിച്ചാലും അവസാനം ഒരെണ്ണം തീർന്നില്ല എന്ന് പറഞ്ഞ ഹാർപ്പിക്ക് പോലും ഗ്യാരണ്ടി തരുന്നില്ല. ആ ഒന്നിനെ നശിപ്പിക്കാൻ ഈ ഹുമനയോസ് എത്ര വചനം കേട്ടാലും തന്നില്ല, എത്ര പ്രാർത്ഥന കിട്ടിയാലും, എത്ര ആരാധിച്ചാലും, എത്ര ഉപവാസ പ്രാർത്ഥന അറ്റൻഡ് ചെയ്താലും, എത്ര കൺവെൻഷൻ അറ്റൻഡ് ചെയ്ത രാജ്യമാക്കി എല്ലാ ഗ്രൂപ്പിനകത്ത് ആരുണ്ട്? അവരുടെ മെയിൻ പരിപാടിയാണ് അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ. അപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി എന്ത് പറയുക? ദൂഷണം പറയുക എന്ന് പറഞ്ഞാൽ
ഉണ്ടാക്കി. ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ ആരംഭിക്കുന്നു. ഈ ഞാനെന്ന് പറഞ്ഞാൽ പൗലോസ് ഈ ലേഖനം എഴുതിയ ആളാണ്. ഞാൻ അവരെ ഉമരയോസിനെ ആരംഭിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരപ്പോസ്തലന്റെ മേൽ കിടക്കുന്ന അധികാരം പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്നവനെ ആ പിടിയിൽ നിന്ന് പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ദൈവസഭയ്ക്കും വിശ്വാസത്തിന് കേടുവരുത്തുന്നവരെ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട അധികാരം ഒരു അപ്പോസ്തലനുണ്ട്. അതുകൊണ്ട് നശിപ്പിക്കാനല്ല, പിന്നെ പഠിപ്പിക്കാൻ. ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടത് ഞാൻ ആരെ ഏൽപ്പിക്കുന്നു? ഇതാരെ ഏൽപ്പിച്ചേ? ഉമരയോസിനെ. ഇവരെവിടെ ഇരിക്കുന്നവർ? സഭയ്ക്കകത്തിരിക്കുന്നവർ. അപ്പൊ എനിക്ക് മനസ്സിലായി, വചനം കേട്ടാൽ പഠിക്കാത്തവരുണ്ട്, പ്രാർത്ഥന കിട്ടിയാൽ പഠിക്കാത്തവർ. വചനത്തിന്റെ മുമ്പിൽ പഠിക്കാത്തവർ, പ്രാർത്ഥനയിൽ പഠിക്കാത്തവർ സാത്താന്റെ കയ്യിൽ പോയാലെത്തി. എത്ര ആഴമായിട്ടുള്ള വേണം. സ്തോത്രം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിനകത്ത് തീമോഥെയോസിന് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അവിടെ സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റും. സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റും. എന്നോട് പരിശുദ്ധാത്മ പറയും, ഈ ദൂത് ഞാൻ പറയുമ്പോൾ ദൈവസഭയുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമല്ല, നിങ്ങൾ നിൽക്കുന്ന ഏരിയ ചിലപ്പോൾ കുടുംബമായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമായിരിക്കാം, നിങ്ങളുടെ തലമുറകൾ പഠിക്കുന്ന സ്ഥലമായിരിക്കാം, നിങ്ങൾ പാർക്കുന്ന സൊസൈറ്റി ആയിരിക്കാം. നിന്നെ നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ഒത്തിരി മണ്ഡലങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, എവിടെ നിന്നെ നിർത്തത്തില്ലെന്ന് പൈശാചിക മണ്ഡലങ്ങൾ മനുഷ്യൻ ഒരുമിച്ച് വാദിക്കുന്നു, അവിടെ നിന്റെ നിർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിനക്ക് സർവ്വ ചെയ്യാൻ കഴിയാത്ത സ്ഥലത്ത് നിൽക്കാനുള്ള ദൈവത്തിന്റെ സ്വർഗ്ഗ പരിമള ഈ പകൽ ഞാൻ പറഞ്ഞു. എത്ര കരം അടിച്ച കർത്താവിന്
കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഐശ്വര്യമായി കഥാവിദാസന്റെ മുകളിൽ നമ്മുടെ മധ്യ ദൈവാത്മാവ് ഉപയോഗിച്ചല്ലോ. ശക്തമായ ദൈവിക സന്ദേശം ഇതുവരെ നാം കേൾപ്പാനിടയായി. വചനത്തിന്റെ ശക്തമായ വെളിപ്പാടുകൾ ഇതുവരെയുടെ പ്രസ്താവിപ്പിക്കപ്പെടുവാനിടയായല്ലോ. തിമോത്തിയോസിന് എഫെസോസ് സഭയ്ക്കകത്ത് നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവന്റെ ജീവിതമാകുന്ന പടകിനെതിരെ, അവന്റെ ഹല്ലേലൂയ ശുശ്രൂഷകൾക്കെതിരെ ശക്തമായ വെല്ലുവിളികൾ ഹല്ലേലൂയ ഹുമനിയോസിന്റെ മേഖലയിൽ നിന്ന് ഫിലോത്തോസിന്റെ മേഖലയിൽ നിന്ന് അലക്സാണ്ടറിന്റെ മേഖലയിലൊക്കെ ഉണ്ടായപ്പോഴും അത് അവനെ പിടിച്ചു നിർത്താൻ അത് ദൈവം അവനോട് കാണിച്ച ദൈവികമായ കരുതലിനായി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുപക്ഷെ ഓടിപ്പോകാൻ തോന്നിയേക്കാം, ഒരുപക്ഷെ കളഞ്ഞിട്ട് പോകാൻ തോന്നിയേക്കാം, ഒരുപക്ഷെ വിശ്വാസത്തിൽ വന്നത് അല്ലെങ്കിൽ വെറുതെ ആയല്ലോ എന്നുള്ള ചിന്തകൾ വരെ ഉള്ളിൽ വെളിപ്പെട്ടേക്കാം. പക്ഷേ അതിന്റെ നടുവിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന, നമ്മെ ഉറപ്പിക്കുന്ന ഒരു ദൈവിക സ്നേഹമുണ്ട്, ഒരു ദൈവിക കരുതലുണ്ട്. ഇടവകൾ പ്രതിസന്ധികളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, ജീവിതമാകുന്ന പടകിനെതിരെ അടിച്ചു ചേരുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു തന്നെ വെളിപ്പെട്ടു വരുന്ന അനേക മേഖലകളുണ്ട്. പക്ഷേ ഇടവകൾ അതിനെ ജയിക്കാനുള്ള കൃപ തരുന്ന ഒരു ദൈവിക കരുതലിന്റെ കരമുള്ളവൻ ഇടവകൾ നമ്മുടെ മധ്യയുണ്ട്. അവനിൽ ഇതുവരെ ആശ്രയിക്കാമോ? അവൻ നമ്മെ എതിർത്ത് നിലയുമാണ്. അവന്റെ മുഖത്തെ ഒരു നിമിഷം നോക്കാമോ? ഇടവകൾ നമ്മുടെ ശ്രദ്ധ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ? ഹൃദയത്തിന്റെ അകത്തളത്തിൽ നാം അവൻ തന്നെ പരിശോധിക്കണം. കർത്താവിന്റെ ശ്രദ്ധ എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ, ആരാധനയിൽ, അല്ലെങ്കിൽ അങ്ങനെ സന്നിധിയിൽ കരയുന്നതിൽ, നിലവിളിക്കുന്നതിൽ, വചനം ധ്യാനിക്കുന്നതിൽ, എന്റെ വിശ്വാസ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്റെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ എന്നെ തന്നെ ഒന്ന് റീസ്റ്റോർ ചെയ്യപ്പെടേണ്ടതിന്, ഒന്ന് റീവൈൻഡ് ചെയ്യേണ്ടതിന് എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നത് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഏതെങ്കിലും മേഖലയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ദൈവത്തോട് പറയാം, ഞാൻ അതിനോടൊക്കെ ഗുഡ് ബൈ പറയുന്ന മകനാണ്, ഞാൻ അതിനോടൊക്കെ ഗുഡ് ബൈ പറയുന്ന മകനാണ്. ഞാൻ എന്റെ കർത്താവേ എന്നെ തന്നെ ഒന്ന് പണിയണം, എന്നെ തന്നെ ഒന്ന് പണിയണമേ. എന്റെ വിശ്വാസ ജീവിതം, എന്റെ ക്രിസ്ത്യൻ ജീവിതം ഇരുവശങ്ങളിൽ നിന്ന് ബലം പ്രാപിക്കേണ്ടതിന്, ശക്തി പ്രാപിക്കേണ്ടതിന് ഈ പകരത്തെ വചന ശുശ്രൂഷയുടെ നടുവിൽ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ്. ആദ്യങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പണമായി സമർപ്പിക്കാം. കർത്താവിന്റെ ശക്തിയോട് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചു പിന്നെയും കുറിച്ചുമാക്കി ആയിരങ്ങളുടെ നടുവിൽ പതിനായിരങ്ങളുടെ നടുവിൽ നിർത്തേണ്ടതിനായി തന്റെ സഹോദരനിക്കായി താൻ നൽകിയ 2 കുഞ്ഞുങ്ങൾക്കായി താൻ ശുശ്രൂഷിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം അതേ സഭയുടെ മേൽ വർദ്ധിപ്പിക്കുവാൻ, പിന്നെയും അതേ സഭയെ വർദ്ധിപ്പിക്കുവാൻ, എന്റെ ശുശ്രൂഷകളെ ദൈവമാതിരിക്കുവാൻ, യാത്രകളിൽ കർത്താവിന്റെ കൃപ കൂടിയിരിക്കുവാൻ, ഈ രാത്രിയിലത്തെ സെക്ഷനിലും കർത്താവിന്റെ ദാസനെ ശക്തിയോടെ നമ്മുടെ മധ്യത്തെ ഉപയോഗിക്കുന്നതിനായി നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ വസ്ത്രയോട് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. അവിടെല്ലാം മഹത്വപ്പെടുത്താൻ പോകുന്ന സാഹചര്യങ്ങൾ
ഒരുപാട് നന്ദി ചെയ്ത് അന്ത്യകാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന നല്ല പ്രിയമുള്ളവർക്കായി പ്രാർത്ഥനയോടെ എല്ലാവരും കടന്നു വരിക. കർത്താവ്